15 ചെണ്ടമേളം അരങ്ങ് തകർക്കുകയാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ച ഈ ചെണ്ടമേളം നടക്കുന്ന വേദി 15 എന്നുള്ളതാണ്. അതായത് 2 പെൺപുലികൾ ഈ ചെണ്ടമേളം നടക്കുന്ന ഈ ടീമിൽ വയനാട് നിന്നെത്തിയ 2 പെൺപുലികൾ, അതായത് അഞ്ജിതയും അഞ്ജനയും, അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു ചെണ്ടമേളം എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തിലേക്ക് എത്തിപ്പെടുന്നത്? ചെണ്ട കൊട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം കൊണ്ട് ചേർന്നാണ്. സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയാണ് പഠിച്ചത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റിലൊക്കെ പോയിരുന്നു. ഈ വർഷം വരാൻ പറ്റി. അത് സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ ആഗ്രഹം കൊണ്ട് വന്നതാണ്. പിന്നെ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റി, എ ഗ്രേഡ് കിട്ടി. ഈ പ്രാവശ്യം വരാൻ പറ്റി. രണ്ടുപേരും കൂടെ ഒന്നിച്ചിറങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ്? കസിൻ സിസ്റ്ററാണ്, ട്വിൻ സിസ്റ്ററാണ്. എവിടെ പോവുകയാണെങ്കിലും ഒരുമിച്ചാ. ഈ ഒരു മറ്റ് ടീമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ കൂടെ 2 പെൺകുട്ടികൾ അപ്പം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. നന്നായി കുട്ടിയെന്നാണ് ഞങ്ങള് തോന്നല്. പിന്നെ അവര് എന്താണ് കഴിഞ്ഞ വർഷം കുട്ടിയെ കൊണ്ട് അവർക്കത് പരിചയം, ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കുഴപ്പം നല്ല അനുഭവം തന്നെയായിരുന്നു. ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പെർഫോമൻസിന് മുതൽക്കൂട്ടായിട്ടുണ്ടോ? എന്ന് പറയാം. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ്. ഞങ്ങളെക്കാട്ടി നന്നായിട്ട് അവര് കൊട്ടുമായിരുന്നു ഫസ്റ്റ് തന്നെ. പിന്നെ അവരുടെ ഒപ്പം പിടിച്ചെത്താൻ പറ്റിയത് ഭാഗ്യം വിചാരിക്കുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന തന്നെ ഇവർ രണ്ടുപേരിൽ നിന്നാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പായി തുടങ്ങി. അതില് ഇവര് രണ്ടുപേരും വലന്തലി കുഴലുമായിരുന്നു മാത്രമേ. ഇവരെ വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായതും ഈ സ്റ്റേറ്റ് വരെ എത്തിയത്. അതാണ് 2 പെൺകുട്ടികൾ. അവർ ചെണ്ടമേളം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളതാണ്. വയനാട് നിന്നുള്ള ടീമാണ് ഇത്തരത്തിൽ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഈ ചെണ്ടമേളം നടക്കുന്ന വേദി 15 ആകെ കോരിത്തിരിപ്പിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും 2 പെൺകുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കലയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അപൂർവമായിട്ടുള്ള കാഴ്ച. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു ടീമിൽ പെൺകുട്ടികൾ പങ്കെടുക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള ടീമിൽ മാത്രമാണ് എന്നുള്ള പ്രത്യേകതയും ഈ ഒരു കലോത്സവത്തിനുണ്ട്. കലോത്സവത്തിൽ നിന്നും അമർജിത്തിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.